ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ഒരു സ്ഥാനാർത്ഥി തൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുമ്പോൾ എത്തുന്ന ജനക്കൂട്ടം, അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്നേഹവായ്പ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്നും ആവോളം ഇപ്പോഴും ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതിന് ഇതിൽ പരം വലിയ തെളിവൊന്നും വേണ്ട. രാഹുൽ ഇഫക്റ്റ് ദക്ഷിണേന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് കൃത്യമായി തന്നെ അറിയാം, അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ മാസ് നീക്കം തന്നെയാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ പ്രസംഗവും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ, ചെറുത്തുനിൽപ്പ് എല്ലാം തന്നെ രാജ്യത്തിന് ആകമാനം മാതൃകയാണ്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി പാർലമെൻറ്റ് അവിടെ അവലംബിച്ചിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് സുപ്രീം കോടതി ആ വിഷയത്തിൽ എടുത്ത തീരുമാനം, അത് രാജ്യം മൊത്തത്തിൽ കൈയടിച്ച ഒരു വിഷയമായിരുന്നു. AICCയുടെ അധ്യക്ഷ സ്ഥാനം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഉൾക്കൊണ്ടാണ് അദ്ദേഹം വലിച്ചെറിഞ്ഞത്. എന്നാൽ ആ അധ്യക്ഷ സ്ഥാനം ഇപ്പോഴും അദ്ദേഹത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടി AICC ഒന്നടങ്കം വന്നിരിക്കുന്നു. ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മുന്നേറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ലഭ്യമാകും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി അധ്യക്ഷ സ്ഥാനം ഖാർഗെയിൽ നിന്നും രാഹുൽ ഗാന്ധി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ശക്തമായ നീക്കം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ അമേത്തിയിൽ കൂടി നിൽക്കേണ്ടത് ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ ആവശ്യമാണ്, അഥവാ ഇന്ത്യ മുന്നണിയുടെ ആവശ്യമാണ്. സമാജ്വാദി പാർട്ടി എല്ലാ അർത്ഥത്തിലും ആ കാര്യത്തെ പിന്തുണയ്ക്കുന്നു. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി കൂടി വന്നാൽ സംഭവം മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നെഹ്റു കുടുംബമെന്നോ ഗാന്ധി കുടുംബമെന്നോ കുടുംബ വാഴ്ചയെന്നോ എന്ത് ആളുകൾ പറഞ്ഞാൽ, ഈ രണ്ടുപേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വേറിട്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ്. ജനങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ജനങ്ങളോട് അത്രയേറെ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, പിന്നെ കുടുംബാധിപത്യമെന്നോ രാഷ്ട്രീയമെന്നോ പറഞ്ഞ് ഇവരെ തഴയാൻ കഴിയുമോ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെയല്ലേ ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.